ധർമ്മസ്ഥലയിൽ നിരവധി സ്ത്രീകളെ കൊന്നു കുഴിച്ചുമൂടിയെന്ന ക്ഷേത്രം ജീവനക്കാരന്റെ വെളിപ്പെടുത്തൽ പുറത്തുവരുമ്പോൾ 4 പതിറ്റാണ്ട് മുമ്പ് നടന്ന കൊലപാതകം വീണ്ടും ചർച്ചയാകുന്നു. മലയാളി കുടുംബത്തിലെ അംഗമായ പത്മലതയെ കാണാതായി 2 മാസമായപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത്. CPIM നേതാവായ അച്ഛൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനെത്തിയതിന് പിന്നാലെയാണ് പത്മലതയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത്. ഡിസംബർ 22 വൈകിട്ട് കോളേജിൽ നിന്നും മടങ്ങി വരുന്നതിനിടെയാണ് 17 വയസ്സുകാരി പത്മലതയെ കാണാതാവുന്നത്. ഉജിരെ SDM കോളേജിൽ PUC 2ാം വർഷ വിദ്യാർത്ഥിയായിരുന്നു. കോളേജിൽ നിന്നിറങ്ങി ധർമ്മസ്ഥലക്കടുത്ത് ബസ്സിറങ്ങിയത് കണ്ടവരുണ്ട്. പിന്നെ പത്മലത വീട്ടിലെത്തിയില്ല. 8 പതിറ്റാണ്ട് മുമ്പ് കോട്ടയത്ത് നിന്ന് ധർമ്മസ്ഥലയിലേക്ക് കുടിയേറിയതായിരുന്നു പത്മലതയുടെ കുടുംബം. CPIM ബൾത്തങ്ങാടി താലൂക്ക് കമ്മിറ്റി അംഗമായിരുന്നു അച്ഛൻ MK ദേവാനന്ദ്. ആദിവാസി വിഭാഗങ്ങളുടെ കുടിയിറക്കലിനെതിരെ ദേവാനന്ദിന്റെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭം സംഘടിപ്പിച്ചിരുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 7ാം വാർഡ് മുളിക്കാറിൽ മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് പിന്നാലെയാണ് മകൾ പത്മലതയെ കാണാതായത്. തൊട്ടു പിന്നാലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ ചിലരിൽ നിന്നും ഭീഷണി എത്തിയിരുന്നതായി സഹോദരി ചന്ദ്രാവതി പറഞ്ഞു. അന്നത്തെ സമയത്ത് ഈ ഇതല്ല മണ്ഡൽ പഞ്ചായത്ത് എന്നും പറഞ്ഞ ഇതുണ്ട്, പഞ്ചായത്തിൻ്റെ വോട്ടൊക്കെ. അങ്ങനെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് അച്ഛൻ നിന്നായിരുന്നു വോട്ടിന്. അന്നേരം അവർ നിന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ അച്ഛനോട് നോമിനേഷൻ തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞാൽ അച്ഛൻ എടുത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഇത് പെണ്ണിനെ തട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞ് എവിടെ പോയെന്ന് അറിയത്തില്ല. പെണ്ണ് പോയി കഴിഞ്ഞിട്ട് അവിടുന്ന് ഒരു ആരോട് പറഞ്ഞയച്ചെന്ന് അച്ഛനോട്, നിങ്ങൾ നോമിനേഷൻ തിരിച്ചെടുക്കുക, പെണ്ണിനെ തിരിച്ചു വിടുമെന്ന്. ബൽത്തങ്ങാടി പോലീസ് പെൺകുട്ടിയെ കാണാനില്ലെന്ന പരാതിയിൽ കേസെടുക്കാൻ മടിച്ചെങ്കിലും CPIM പ്രതിഷേധമുയർത്തിയതിന് പിന്നാലെ കേസെടുത്തു. 58 ദിവസത്തിന് ശേഷം ഫെബ്രുവരി 17 കുതിരായമ്പുഴയിൽ കയ്യും കാലും കെട്ടിയ നിലയിൽ പെൺകുട്ടിയുടെ അസ്ഥികൂടം കണ്ടെത്തി. കയ്യിൽ കെട്ടിയ വാച്ചും വസ്ത്രങ്ങളും കണ്ട മൃതദേഹം പത്മലതയുടേതെന്ന് കുടുംബം തിരിച്ചറിഞ്ഞു. ശക്തമായ പ്രതിഷേധത്തിന് പിന്നാലെ കർണാടക CID കേസ് ഏറ്റെടുത്ത് അന്വേഷണം നടത്തിയെങ്കിലും നാളുകൾക്ക് ശേഷം തെളിവില്ലെന്ന് കോടതിയിൽ റിപ്പോർട്ട് നൽകി കേസ് അവസാനിപ്പിച്ചു. ഞങ്ങൾക്ക് 56 ദിവസമാകുമ്പോൾ ബോഡിയാണ് കിട്ടുന്നത്. ബോഡിയിൽ നിന്ന് കിട്ടുന്നതെന്ന് പറഞ്ഞെങ്കിൽ ഒരു സ്കെലറ്റൻ മാതിരി മാത്രം ഉണ്ടായിരുന്നു, ഡിക്കേ ആയിട്ടുണ്ടായിരുന്നു ഫുള്ള് ബോഡി. ഇവിടെ നമ്മുടെ ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ അപ്പുറത്ത് പുഴയിലായിരുന്നു. പാർട്ടിയിൽ നിന്നും പ്രഷർ പോയി CODക്ക് കൊടുക്കണമെന്നായി. പിന്നെ CODക്ക് കൊടുത്ത് അവർ തിരക്കുന്നുണ്ട്. ഇവിടെ വന്ന് അന്നെ ചോദിക്കുക, അച്ഛനോട് എല്ലാം തിരക്കൊക്കെ ചെയ്ത്. എന്നിട്ട് അവർ കുറേ സമയം കഴിഞ്ഞ് ഏതോ ഒരു പോലീസുകാരോട് പറഞ്ഞെന്ന്, കേസ് തെളിഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അതിൻ്റെ റിപ്പോർട്ട് നിങ്ങളോട് പറയാം, അങ്ങനെ പറഞ്ഞെന്ന്. ഇത് CODക്ക് കൊടുത്ത് COD അന്വേഷണമായി, എല്ലായിട്ടും ഒരു ഇതില്ല. ലാസ്റ്റ് അവർ തെളിയപ്പെടാത്ത കേസെന്ന് പറഞ്ഞ് റിപ്പോർട്ട് വന്നു അച്ഛനെ. കേസ് നടത്തിപ്പിനിടെ ഉന്നതരിൽ നിന്നും ഗുണ്ടകളിൽ നിന്നും വലിയ ഭീഷണിയും സമ്മർദ്ദവും കുടുംബം നേരിട്ടിരുന്നു. മകൾക്കായി ഏറെക്കാലം നിയമപോരാട്ടം നടത്തിയ ദേവാനന്ദ് 5 വർഷം മുമ്പ് മരിച്ചു. സഹോദരൻ രവീന്ദ്രൻ ദുരൂഹ സാഹചര്യത്തിൽ ജോലി ചെയ്തിരുന്ന ബാങ്കിൽ ആത്മഹത്യ ചെയ്തു. പത്മലതയുടെ അമ്മ തങ്കമ്മ ഓർമ്മകൾ നഷ്ടപ്പെട്ട് ബൊളിയാറിലെ വീട്ടിൽ മകൾ ചന്ദ്രാവതിക്കൊപ്പം കഴിയുകയാണ്. ധർമ്മസ്ഥലയിൽ തെളിയാതെ പോയ നിരവധി ദുരൂഹ മരണങ്ങളിലൊന്നാണ് പത്മലതയുടേത്. പുതിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ 40 വർഷം മുമ്പ് നടന്ന മരണം വീണ്ടും ചർച്ചയാവുകയാണ്. ധർമ്മസ്ഥലയിൽ നിന്നും ക്യാമറമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ.